പെരുന്നാൾ നിസ്കാരം എങ്ങനെ നിസ്കരിക്കാം എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. സൂര്യൻ ഉദിച്ച് ഏകദേശം 20 മിനിറ്റ് ശേഷം ഉച്ചയ്ക്ക് മുൻപ് വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം. ചെറിയ പെരുന്നാൾ നിസ്കാരത്തേക്കാൾ അല്പം നേരത്തെ വലിയ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കൽ സുന്നത്താണ്. നിസ്കാരത്തിന് ശേഷം ബലികർമ്മം, അതായത് ഉളുഹിയ്യത്ത് വേഗത്തിൽ അറുക്കാൻ വേണ്ടിയാണിത്. നിസ്കാരത്തിന് മുൻപുള്ള പ്രധാന സുന്നത്തുകൾ: കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രങ്ങൾ ധരിക്കുക, സുഗന്ധം ഉപയോഗിക്കുക. ചെറിയ പെരുന്നാളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ പെരുന്നാൾ നിസ്കാരത്തിന് പോകുന്നതിന് മുൻപ് ഭക്ഷണം കഴിക്കാതിരിക്കൽ സുന്നത്താണ്. നിസ്കാരം കഴിഞ്ഞുവന്ന് ബലിമൃഗത്തിൻ്റെ മാംസം കൊണ്ട് ആദ്യ ഭക്ഷണം കഴിക്കുന്നതാണ് ഉത്തമം. പള്ളിയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും തക്ബീർ ധ്വനികൾ മുഴക്കുക. നിസ്കരിക്കുന്നതിൻ്റെ രൂപം: 2 റക്അത്ത്. വലിയ പെരുന്നാൾ നിസ്കാരം 2 റക്അത്താണ്. ഇതിന് അദാനോ ഇഖാമത്തോ ഇല്ല. അസ്വലാത്തു ജാമിഅ എന്ന് വിളിച്ചു പറഞ്ഞാണ് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുക. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ നിയ്യത്ത്: വലിയ പെരുന്നാൾ എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു, ഇമാമിനെ പിൻപറ്റി മഅ്മൂമായിട്ട് എന്ന് മനസ്സിൽ കരുതുക. 1-ാം റക്അത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടുക. തുടർന്ന് വജ്ജഹ്തു ഓതുക. അതിനുശേഷം സൂറത്ത് ഫാത്തിഹ ഓതുന്നതിന് മുൻപായി 7 തവണ അധികമായി തക്ബീർ ചൊല്ലുക. ഓരോ തക്ബീറുകൾക്കിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലൽ സുന്നത്താണ്. 7-ാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹയും പിന്നീട് മറ്റൊരു സൂറത്തും സൂറത്തുൽ അഅ്ല ഓതൽ സുന്നത്താണ്. ഓതി സാധാരണ പോലെ റുകൂഉം സുജൂദും ചെയ്ത് 2-ാം റക്അത്തിലേക്ക് എഴുന്നേൽക്കുക. 2-ാം റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ചൊല്ലുന്ന തക്ബീർ കൂടാതെ 5 തവണ അധികമായി തക്ബീർ ചൊല്ലുക. ഇതിനിടയിലും മുകളിൽ പറഞ്ഞ ദിക്ർ ചൊല്ലുക. അതിനുശേഷം ഫാത്തിഹയും മറ്റൊരു സൂറത്തും സൂറത്തുൽ ഖമറോ അല്ലെങ്കിൽ സൂറത്തുൽ ഹാഷിയയോ ഹൽ അതാക ഹദീസുൽ ഹാഷിയ എന്നിവയോ ഓതി നിസ്കാരം പൂർത്തിയാക്കി സലാം വീട്ടുക.